ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസുകൾ പോസ്റ്റ് ചെയ്യുന്ന ഉടനെ തന്നെ ലഭ്യമാകുന്നതിനായി അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇനി പഠിച്ചു നേടാം ITക്ക് A+. 10ാം ക്ലാസ് IT പാഠപുസ്തകത്തിലെ മുഴുവൻ പാഠങ്ങളും വീഡിയോ രൂപത്തിൽ പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങളെല്ലാം വിശദമായി പഠിക്കാം. ഇൻക്സ്കേപ്പിലെ ഒരു പ്രവർത്തനം തന്നിരിക്കുന്ന മാതൃകയിലുള്ളൊരു ബാനർ തയ്യാറാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനായി banner.svg എന്നൊരു ഫയൽ തന്നെ തന്നിട്ടുണ്ട്. ആ ഫയൽ തുറന്ന ശേഷം pulses.png എന്ന് പറയുന്ന ചിത്രം ഇതിലേക്ക് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യത്തെ വർക്ക്. ഹോമിലെ ഇമേജ് 10ൽ നിന്നും ബാനറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് ഇൻക്സ്കേപ്പ് എന്ന ക്രമത്തിൽ തുറക്കാം. ഫയൽ തുറന്നവരെ കാത്തിരിക്കുക. ഇപ്പോൾ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പൾസസ് എന്ന് പറയുന്ന ബാനറാണ് തയ്യാറാക്കേണ്ടത്. അതിൽ ആദ്യത്തെ പ്രവർത്തനം എന്നുണ്ടെങ്കിൽ ഇൻസേർട്ട് ദ പിക്ചർ pulses.png ഇമേജ് 10ൽ നിന്ന് ഉൾപ്പെടുത്തുക. അതിനായി ഫയൽ ഇമ്പോർട്ട് ക്രമത്തിൽ ചിത്രം ഉൾപ്പെടുത്താം. pulses.png എന്ന് പറയുന്ന ഇമേജിനെ ഉൾപ്പെടുത്താം. ഓക്കെ ബട്ടണിൽ അമർത്തുക. അപ്പോൾ ആ വന്നിരിക്കുന്ന ചിത്രത്തെ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് മൂവ് ചെയ്ത് യഥാസ്ഥാനത്ത് കൊണ്ടുവയ്ക്കുക. നോഡുകളിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഹാൻഡിലുകളിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ വലിപ്പം ആവശ്യമെങ്കിൽ മാത്രം ക്രമീകരിച്ച് വയ്ക്കാം. ചോദ്യത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന അടുത്ത പ്രവർത്തനം ഇൻസേർട്ട് ദ ടെക്സ്റ്റ് 2016 2016 എന്ന് പറയുന്ന വാചകം ചേർക്കണം. ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ച് 2016 എന്ന് ടൈപ്പ് ചെയ്യുക. സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് അതിൻ്റെ വലിപ്പം ക്രമീകരിക്കാം. അതിന് ഫിൽ ആൻഡ് സ്ട്രോക്ക് സങ്കേതം ഉപയോഗിച്ച് നിറം നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനായി ഒബ്ജക്റ്റ് മെനുവിലെ ഫിൽ ആൻഡ് സ്ട്രോക്ക് ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്നും സ്ട്രോക്ക് നൽകാം. സ്ട്രോക്ക് അതേ നിറത്തിൽ നൽകാനാണ് ചോദ്യത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഫില്ലും സ്ട്രോക്കും ഒരേ നിറത്തിൽ തന്നെ നൽകുന്നു. സ്ട്രോക്കിൻ്റെ വലിപ്പം കൂട്ടാം. ഇപ്രകാരം ഫിൽ ആൻഡ് സ്ട്രോക്ക് സാധ്യത ഉപയോഗിച്ച് 2016 എഡിറ്റ് ചെയ്യാം. അടുത്തതായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ ഒരു പകർപ്പെടുക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനായി 2016 എന്ന് പറയുന്ന ടെക്സ്റ്റിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ക്രമത്തിൽ അതിൻ്റെ പകർപ്പെടുക്കാം. ഇപ്പോൾ അത് മറ്റൊരു നിറത്തിൽ മറ്റൊരു പകർപ്പൂടി അവിടെ എത്തിക്കഴിഞ്ഞു. അതിനെ വൈറ്റ് കളർ നൽകി അതിൻ്റെ മുകളിലായി ക്രമീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനായി വൈറ്റ് കളർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വൈറ്റ് കളർ അതിന് നൽകിയിട്ടുണ്ട്. ആ മുകളിലൊന്നിന് ഡ്യൂപ്ലിക്കേറ്റിന് വൈറ്റ് കളർ നൽകുക. പിന്നെ ആ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ സ്ട്രോക്ക് ഒഴിവാക്കിയ ശേഷം അതിനെ ബ്ലർ ചെയ്യുക എന്ന് പറയുന്നൊരു വർക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനായി ഒബ്ജക്റ്റ് ഫിൽ ആൻഡ് സ്ട്രോക്ക് ക്രമത്തിൽ അതിൻ്റെ സ്ട്രോക്ക് ഒഴിവാക്കുക. സ്ട്രോക്കിൽ നോ പെയിൻ്റ് ആക്കുക. അപ്പോൾ അതിൻ്റെ ഫില്ല് മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് ബ്ലർ ചെയ്യണം. ഒബ്ജക്റ്റ് ഫിൽ ആൻഡ് സ്ട്രോക്കിൽ നിന്ന് തന്നെ ആ ടെക്സ്റ്റിനെ ബ്ലർ ചെയ്യാം. ഇപ്രകാരം ആ മുകളിൽ ഇരിക്കുന്ന ആ വൈറ്റ് ടെക്സ്റ്റിനെ കുറച്ചൊന്ന് ബ്ലർ ചെയ്യുക. 2016 എന്ന് പറയുന്ന ടെക്സ്റ്റിനെ അത്യാവശ്യം ഒന്ന് ബ്ലർ ചെയ്യുന്നു. പിന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പൾസസിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് വൈറ്റ് കളർ നൽകി ടെക്സ്റ്റിന് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പൾസസിൻ്റെ പുറകിലായി ക്രമീകരിക്കുക എന്നൊരു പ്രവർത്തനം കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനായി ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ആ ടെക്സ്റ്റ് 2 ലെയറാണ് നിൽക്കുന്നത്, 2 വരികളായിട്ടാണ് നിൽക്കുന്നത്. അതിനെ ഒന്നുകിൽ ഗ്രൂപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ച് അതിനെ സെലക്ട് ചെയ്തിട്ട് നമുക്കതിനെ പകർപ്പെടുത്ത് 2ആക്കി ക്രമീകരിക്കാം. ഷിഫ്റ്റ് കീ ഉപയോഗിച്ച് 2ഉം സെലക്ട് ചെയ്യുക. എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ക്രമത്തിൽ അതിൻ്റെ പകർപ്പെടുക്കുന്നു. ഒബ്ജക്റ്റ് ഗ്രൂപ്പ് ക്രമത്തിൽ അതിനെ ഗ്രൂപ്പ് ചെയ്ത് ഒറ്റ ഇമേജാക്കി നിർത്തിയിട്ട് എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ക്രമത്തിൽ അതിൻ്റെ പകർപ്പെടുത്ത് ഒരു വൈറ്റ് കളർ നൽകി അത് അത്യാവശ്യം നീക്കി
വെച്ച് പുറകിലായിട്ട് ക്രമീകരിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് റെഡ് കളർ വരുന്ന ഹെഡിങ് മുകളിൽ അതിന് താഴെയായിട്ട് വയ്ക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ ടെക്സ്റ്റ് അല്പം ഒന്ന് വലിച്ച് നമുക്കതിൻ്റെ സ്ഥാനത്തിൽ വ്യത്യാസം വരും. ആവശ്യപ്പെട്ടിരിക്കുന്ന മാറ്റങ്ങളോടുകൂടിയുള്ള എഡിറ്റിംഗ് നമുക്ക് നടത്തി ഈ പ്രവർത്തനം പൂർത്തീകരിക്കാം. IT വീഡിയോ ക്ലാസുകൾ ഇനി മൊബൈൽ ആപ്പിലും. പ്ലേ സ്റ്റോറിൽ നിന്നും വിപിൻ മഹാത്മാ മൊബൈൽ ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.